പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിൽ സമ്മതപത്രം എന്ന പേരിൽ നോട്ടീസ് പതിച്ച സംഭവത്തിൽ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ശിവപ്രസാദിനെതിരെ വകുപ്പുതല നടപടിയുണ്ടാകും. സംഭവത്തിൽ കോന്നി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉടൻ വിശദീകരണം നൽകണമെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ആവശ്യപ്പെട്ടു. അതേസമയം ഡോക്ടർ ശിവപ്രസാദിന്റെ ആരോപണങ്ങൾ ആശുപത്രി സൂപ്രണ്ട് പൂർണ്ണമായും തള്ളി. കോന്നി മെഡിക്കൽ കോളേജിൽ പരിമിതികളുണ്ടെന്ന് പറഞ്ഞ നോട്ടീസ് പതിച്ച സംഭവത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് സർജറി വിഭാഗം മേധാവി ഡോക്ടർ ശിവപ്രസാദ്. എന്നാൽ പരിമിതികൾ ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രിയുടെ പേരിൽ സർജറി ഒപിക്ക് മുമ്പിൽ നോട്ടീസ് പതിച്ചത് ചട്ടലംഘനമാണെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നു. ആരുടെയും നിർദ്ദേശമില്ലാതെ എന്തിന് ഡോക്ടർ ശിവപ്രസാദ് നോട്ടീസ് പതിച്ചു എന്ന ചോദ്യവും ആരോഗ്യവകുപ്പ് ഉന്നയിക്കുന്നു. അതിനിടെ ശിവപ്രസാദ് നോട്ടീസിലൂടെ ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളും തള്ളി സൂപ്രണ്ട് എ ഷാജി രംഗത്ത് വന്നു. ശിവപ്രസാദിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി തുടർ നടപടികൾ സ്വീകരിക്കും. ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ, അപര്യാപ്തത ഉണ്ടെങ്കിൽ ഇവിടെ സൂപ്രണ്ടിനെ അറിയിക്കാം, അല്ലെങ്കിൽ പ്രിൻസിപ്പാളിനെ അറിയിക്കാം, അല്ലെങ്കിൽ നമ്മളത് DMEക്കും മന്ത്രിക്കും അങ്ങനെ പോരായ്മകൾ പരിഹരിച്ചാണ് നമ്മൾ ഈ ഒരു മെഡിക്കൽ കോളേജിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നത്. അപ്പോൾ ഈ പുള്ളി ഇതിനകത്ത് ആദ്യമേ പറഞ്ഞിരിക്കുന്നത് വേണ്ടത്ര ഉപകരണങ്ങളുടെ അപര്യാപ്തത. ഈ അപര്യാപ്തത ഇല്ലാഞ്ഞിട്ടാണോ ഈ കഴിഞ്ഞ വർഷങ്ങൾ 2500ഓളം ഓപ്പറേഷൻ മൈനറും മേജറും ആയിട്ടുള്ള ഓപ്പറേഷനുകൾ നടത്തി. സൂപ്രണ്ടോ പ്രിൻസിപ്പളോ അറിയാതെ ഇങ്ങനെ ഒരു പിന്നെ രോഗികളെ ഭയപ്പെടുത്തുന്ന രീതിയിലൊരു സമ്മതപത്രം എഴുതാനായിട്ട് പുള്ളിനെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല. സൂപ്രണ്ടെന്നുള്ളതിൽ ഞാനിപ്പോൾ മാഡത്തിനെ കണ്ട്, അപ്പോൾ മാഡം പറഞ്ഞ് അപ്പോൾ ഒരു മെമ്മോ ഇപ്പോൾ അടിച്ചു കൊടുക്കുകയാണ്. സ്വയം വിരമിക്കാൻ അപേക്ഷ നൽകിയ ആളാണ് ഡോക്ടർ ശിവപ്രസാദ്. ഇക്കാര്യം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറെ അറിയിച്ചതായും സൂപ്രണ്ട് പറഞ്ഞു. കഴിഞ്ഞ 3 ദിവസമായി അവധിയിലായിരുന്ന ശിവപ്രസാദ് ഇന്ന് രാവിലെയോടെയാണ് മെഡിക്കൽ കോളേജിലെത്തിയത്. വിവാദത്തിന് പിന്നാലെ പരസ്യ പ്രതികരണത്തിന് ഡോക്ടർ ശിവപ്രസാദ് ഇതുവരെ തയ്യാറായിട്ടില്ല. അതേസമയം മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ആലോചനയിലാണ് UDF നേതൃത്വം. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.